ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എ ഹീറ്റിംഗ് കോയിൽ ഓഫ് 10,000 ഓം റെസിസ്റ്റൻസ് വർക്ക്സ് ഇൻ 250 വോൾട്ട് സപ്ലൈ. അതായത് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു ഹീറ്റിംഗ് കോയിൽ ഉണ്ട്. ഈ ഒരു ഹീറ്റിംഗ് കോയിലിൻ്റെ റെസിസ്റ്റൻസ് 10,000 ഓം ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വോൾട്ടേജ് നൽകിയിട്ടുണ്ട് 250 വോൾട്ട് അല്ലേ, 250 വോൾട്ട് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ കറന്റ് ഫ്ലോയിങ് ഇൻ ഇറ്റ്, വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ഹീറ്റർ, വിൽ ദർ ബി എനി ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ ഇഫ് വി റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് ദ ഹീറ്റിംഗ് കോയിൽ. ഈ 3 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഓംസ് ലോ വെച്ചിട്ടാണ് അല്ലേ. ഓംസ് ലോ നിങ്ങൾക്കറിയാലോ. യെസ്, ഓംസ് ലോ വെച്ചിട്ട് നിങ്ങൾ 3 ഇക്വേഷൻസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യെസ്, V = IR, അതുപോലെ I = V/R, അതുപോലെ തന്നെ R = V/I എന്ന് പറഞ്ഞ 3 ഇക്വേഷൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. V = IR, I = V/R, R = V/I. ഇതൊരു ട്രയാങ്കിൾ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത്. സോ അത്തരം ട്രിക്കുകളിലേക്ക് നിങ്ങൾ പോകാതെ ഡയറക്റ്റ് ഇക്വേഷൻസ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമ്മുടെ അടുത്ത് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് കറന്റ് ഫ്ലോയിങ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. കറന്റ് എന്ന് പറഞ്ഞാൽ I ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐൻ്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? യെസ്, I = V/R. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഹിന്റ് ആയിട്ട് നോക്കൂ, എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? R നൽകിയിട്ടുണ്ട് അല്ലേ. R എന്ന് പറയുന്നത് 10,000 ആണ്. റെഡി അല്ലേ? യെസ്. അതുപോലെ തന്നെ V എന്ന് പറയുന്നത് 250 വോൾട്ട് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും 250 / 10,000 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി 25/1000 എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അത് നമ്മൾ പോയിന്റ് വാല്യൂ ആക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടും 0.025 എന്ന് കിട്ടും കേട്ടോ. സോ കറന്റ് ആണ് ചോദിച്ചത്, അതുകൊണ്ട് യൂണിറ്റ് ആംബിയർ എന്ന് എഴുതി വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ. യെസ്, നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നേ ഉള്ളൂ. ഈ ഇക്വേഷൻ ഓംസ് ലോ പ്രകാരം I = V/R ആണ് ഇക്വേഷൻ. V ഓൾറെഡി ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്, ആറും നൽകിയിട്ടുണ്ട്. തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിയുന്നപ്പോൾ നമുക്ക് കിട്ടി 0.025 ആംബിയർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ഹീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഈ കോയിലിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ വോൾട്ടേജ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കറന്റ് കണ്ടുപിടിച്ചു. ഇനി അതിന്റെ പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ കാണാനായിട്ട് നമ്മൾ ധാരാളം ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് P = VI എന്ന് പറയുന്ന ഇക്വേഷനും, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് V²/R. ഓക്കെ മക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 2 ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്. പവറിന് 2 ഇക്വേഷൻസ് ഉണ്ട്. പവർ = VI എന്ന് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ V²/R എന്ന ഇക്വേഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പവർ = VI എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് കേട്ടോ. പവർ = VI എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, I എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്. V എത്രയാണ് മക്കളെ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറയൂ. 250 ആണ് അല്ലേ. 250 × ഇനി കറന്റ് എത്രയാണ്? കറന്റ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, 0.025 ആണ് അല്ലേ. അതായത് ഞാൻ ഓൾറെഡി എഴുതുകയാണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് 25/1000 എന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ താഴത്തെ 0യും മുകളിലത്തെ 0യും തമ്മിൽ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി 25 × 25 എന്ന് പറഞ്ഞാൽ 625 ആണ് കേട്ടോ. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണേ. 625/100 എന്ന് വന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 6.25 എന്ന് പറഞ്ഞിട്ട് ഫൈനൽ ആൻസർ കിട്ടും കേട്ടോ. നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 6.25 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടാണ്, കാരണം പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. നമ്മൾ ചെയ്ത ഇക്വേഷൻ ഒന്നേ ഉള്ളൂ. പവർ = VI എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിൽ V ഉണ്ട്, 250 ആണ്. I ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു 0.025 ആണ്. അത് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൈ വാല്യൂ ഇട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും, എത്ര ആൻസർ കിട്ടും? യെസ്, 6.25 വാട്ട് എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും കേട്ടോ. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 ഇക്വേഷനും നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. പവർ = VI അല്ലെങ്കിൽ V²/R. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വിൽ ദർ ബി എനി ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ ഇഫ് വി റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് ദ ഹീറ്റിംഗ് കോയിൽ വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഹീറ്റിംഗ് കോയിലിന്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്താൽ, ഹീറ്റിംഗ് കോയിലിന്റെ ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസിൽ എന്ത് മാറ്റമാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഇതാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഹീറ്റിംഗ് കോയിലിന്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹീറ്റിംഗ് കോയിലിന്റെ റെസിസ്റ്റൻസ് സ്വാഭാവികമായും കുറഞ്ഞിട്ടുണ്ടായിരിക്കണം.
ശരിയല്ലേ? യെസ്, ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ലെങ്ത് കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറച്ചു അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറവായി എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അങ്ങനെ റെസിസ്റ്റൻസ് കുറവായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹീറ്റിൻ്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? H=V² T/R എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ. ഇവിടെ നിങ്ങൾക്ക് കിട്ടും ഹീറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഹീറ്റ് കൂടുകയാണ് ചെയ്യുക കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹീറ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ് അല്ലേ? അതായത് ഹീറ്റ് കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഹീറ്റ് കൂടും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു ഇവിടെ ലെങ്ത് കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറഞ്ഞു. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ മക്കളെ മനസ്സിലാക്കി വെച്ചോ ഹീറ്റ് കൂടും. എന്താ പഠിക്കേണ്ടത്? റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഹീറ്റ് കൂടും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അതിൻ്റെ ആൻസർ കീയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ യെസ്, ദ റെസിസ്റ്റൻസ് ഡിക്രീസസ് വെൻ ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഡിക്രീസസ്. ആ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ പവർ കൂടും, അതുപോലെ തന്നെ ഹീറ്റും ഇൻക്രീസ് ചെയ്യും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, പവർ കണ്ടു, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു റിലേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. സോ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.